Hello friends, welcome back to fliqart malayalam. അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി ഐറ്റം കൊണ്ടാണ് വന്നിരിക്കുന്നത്. തടാ ടയറിലെ നമ്മുടെ വെറൈറ്റി ഐറ്റം ടയർ വെച്ച് ചെയ്യാൻ പോകുന്ന റെയിൻബോ ചെയർ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം വേണ്ടിയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ 3 ടയറാണ്. എന്താ നമുക്ക് വേണ്ടിയ സീറ്റിനായിട്ടുള്ള പ്ലൈവുഡ് ആണ്. പ്ലൈവുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടയറിൻ്റെ ഹോളിനേക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കളർ ചെയ്യാൻ വേണ്ടി കുറച്ച് പെയിൻറ്റും വേണം. സോ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് നട്ടും ബോൾട്ട് യൂസ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന രീതിക്ക് തന്നെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിലെ നട്ടും ബോൾട്ടും ഒക്കെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ മാർക്കിങ്ങിലോട്ട് കടക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതിന്റെ മുകൾ ഭാഗത്തു നിന്നായിരിക്കണം. മാർക്ക് ചെയ്യാം. ആദ്യം ഇതിന്റെ എക്സ്ട്രീംസ് ഏറ്റവും അറ്റത്ത് തന്നെ വെച്ചിട്ട് കറക്റ്റ് സെന്റർ ആയിരിക്കും. രണ്ട് സൈഡ് അതുപോലെ തന്നെ മാർക്ക്. അതുപോലെ തന്നെ ഇങ്ങനെയും കറക്റ്റ് എക്സ്ട്രീം ആയിരിക്കും. കറക്റ്റ് സെന്റർ ആയിരിക്കും. ഇത് നമ്മൾ തിരിച്ചിങ്ങനെ വെച്ചോണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ടയറെല്ലാം കറക്റ്റ് ലെവലിൽ തന്നെ ആയിരിക്കണം. മുകളിൽ നോക്കിയാൽ താഴത്തെ ടയർ കാണാത്ത രീതിയിൽ തന്നെ. അതുപോലെ 4 സൈഡ് മാറി. അപ്പോൾ നമ്മൾ ഇതിന്റെ സെൻട്രലത്തെ ടയറിൽ മാത്രം 2 സൈഡ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് മാർക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് മാർക്കിങ്ങിലേക്ക് കിടക്കാം. സെക്കൻഡ് മാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇങ്ങോട്ടുള്ളതിൻ്റെ മെഷർമെൻ്റ് ആണ്. അപ്പോൾ നമ്മളിത് 5 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡും നമ്മൾ 5 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തിരിക്കണം. ഒരു ടയറിൻ്റെ മാത്രം നമ്മൾ 2 സൈഡും 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിരിക്കണം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ മാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന പൊസിഷനിൽ തന്നെ ഹോൾ ഇടാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടയറിനൊക്കെ ഹോൾ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് ഇട്ട ടയറിന്റെ 2 വശവും ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതാണ് നമ്മൾ സെന്ററിൽ വെക്കുന്നത്. അപ്പോൾ മണ്ടയ്ക്ക് ഇരിക്കുന്നതും അതുപോലെ ഏറ്റവും താഴെ ഇരിക്കുന്ന ടയറും കൂടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ട് സൈഡിലും കൂടെ ഹോൾ ഇട്ടേക്കുന്നത്. സോ നമ്മുടെ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ നട്ടിങ് ബോൾട്ടും എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ടയറിൽ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നട്ടും ബോൾട്ടും ഫിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ നട്ടും ബോൾട്ടും ഇതിലേക്ക് കയറ്റി വെക്കാം. ആദ്യം ബോൾട്ട് നമ്മൾ കയറ്റി വെക്കാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടയറിൽ ഈ രീതിക്ക് നമ്മൾ ബോൾട്ടൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ലെവൽ ചെയ്ത് മാർക്ക് ചെയ്ത രീതിയിൽ തന്നെ വേണം ഈ ടയർ മേപ്പോട്ട് ഫിക്സ് ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഹോൾസൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടത്തില്ല. ചിലപ്പോൾ ഹോളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിക്ക് തന്നെ കറക്റ്റായിട്ട് ഇത് ഫിക്സ് ചെയ്യുക. ഇനി അടുത്തത് അപ്പോൾ നമ്മൾ ഈ രീതിക്ക് ബോൾട്ട് എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൽ നട്ടും ബോൾട്ടും ഫസ്റ്റ് ടയറിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ലൂസായിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെ പിന്നെ ടയറിന്റെ പൊസിഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് ടയറോടെ സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടയർ നമ്മൾ നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് ഫിക്സ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഞങ്ങൾ ഇതിൻ്റെ അകത്തൊരു ഡയമണ്ട് ഷേപ്പ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് പെയിൻറ്റ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റെയിൻബോ ചെയറിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റിനായിട്ടുള്ള പ്ലൈവുഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പ്ലൈവുഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകണം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പക്കലുള്ള ടയറിൻ്റെ ഹോളിലുള്ള റേഡിയസിനെക്കാട്ടിലും ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ടയറിൽ ഇത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കത്തുള്ളൂ. ഞങ്ങളുടെ പക്കലുള്ള ടയറിൻ്റെ റേഡിയസ് ആണെങ്കിൽ 7 ഇഞ്ചായിരുന്നു. അപ്പോൾ ഞങ്ങളിതിൽ 7.25 ഇഞ്ച് റേഡിയസ് ഇട്ടിട്ടാണ് മാർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
പ്ലൈവുഡ് ഒക്കെ ഒന്ന് കട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെയറിലോട്ട് ഒന്ന് ഫിക്സ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ചെയറിന്റെ മണ്ടയ്ക്കോട്ട് ഈ പ്ലൈവുഡ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ടയറിൻ്റെ അകത്ത് പ്ലൈവുഡ് ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് കട്ട വല്ലതും എടുത്താൽ ഈ പ്ലൈവുഡ് ഒക്കെ ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ച് നമുക്ക് ഡ്രിൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതൊന്ന് സപ്പോർട്ടായിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഇതിലോട്ടൊന്ന് കയറ്റി വെക്കാൻ പോകും. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാൻ പോവാണ് ഇതിലോട്ട്. അപ്പോൾ 4 സൈഡിലും ഹോൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഹോൾ ഇടാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടയറിൽ 4 ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്ക്രൂ കയറ്റാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റെയിൻബോ ചെയറിന്റെ സ്ക്രൂ ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ പ്ലൈവുഡ് കണക്ക് ഒന്ന് നിങ്ങളുടെ ഇഷ്ടാനുസരണം പെയിന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ഒരു പച്ച പെയിന്റ് അടിക്കാൻ പോകും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റെയിൻബോ ചെയറിന്റെ പ്ലൈവുഡിലൊക്കെ നമ്മൾ പച്ച പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റെയിൻബോ ചെയറിന്റെ വർക്ക് ആകെ കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങൾ വളരെ സപ്പോർട്ട് നൽകി. അതിന് വളരെ വളരെ നന്ദി. സോ ഇനിയും കണ്ടുമുട്ടും വരേക്കും ബൈ.